ആദ്യ OTT അപ്ഡേറ്റ് പ്രഭാസിന്റെ രാജാസാബ് എന്ന സിനിമയാണ്. തെലുങ്ക് സിനിമയാണ്. സിനിമ പാൻ ഇന്ത്യൻ ലെവലായിട്ടായിരുന്നു തിയേറ്റർ റിലീസിന് വന്നത്. മലയാളത്തിലും ഉണ്ടായിരുന്നു. സിനിമ കേരളത്തിലൊക്കെ വൻ കോമഡിയാണ്. ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ സിനിമ വാനിഷ് ആയിട്ടുണ്ടായിരുന്നു. എന്നാലും സിനിമയുടെ കളക്ഷൻ നല്ലപോലെ ഉണ്ടായിരുന്നു. എന്നാൽ പോലും കാരണം ഈ ഒരു അപരാധം കാണാൻ എന്നിട്ടും ആൾക്കാരുണ്ടായിരുന്നു തിയേറ്ററുകളിൽ. എന്തായാലും ഈ ഒരു അപരാധ സിനിമ ഫെബ്രുവരി മാസം 6-ാം തീയതി ജി ഹോട്ട്സ്റ്റാറിലൂടെ മലയാളം, കന്നഡ, തമിഴ്, തെലുങ്ക് ഭാഷയിൽ സിനിമ OTT റിലീസ് ചെയ്യും. ഹിന്ദി പകർപ്പ് മെൻഷൻ ചെയ്തിട്ടില്ല. എന്തായാലും വരുമെന്ന് എക്സ്പെക്ട് ചെയ്യാം നമുക്ക് കുറച്ചാഴ്ച കഴിഞ്ഞാൽ സിനിമ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ. എന്തായാലും നിങ്ങൾ കാത്തിരിക്കുന്നവരെ കൺബോക്സ് ചെയ്യപ്പെടുത്തുക. ഞാൻ എന്തായാലും ഇതിന്റെ റോസ്റ്റ് ആയിട്ട് കാത്തിരിക്കുകയാണ്. നമ്മുടെ റീലോഡ് ആണ് ഇതിന്റെ റോസ്റ്റ് ഇടാനായിട്ട്. മറ്റൊരു തെലുങ്ക് സിനിമേന്റെയാണ് നറൈ നറൈ നടുമ മുറൈ എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും ഈ ഒരു തെലുങ്ക് സിനിമ നമുക്ക് മലയാളം, തമിഴ് ഭാഷയിൽ കാണാൻ സാധിക്കും. മലയാളം മാത്രമല്ല, തമിഴും മാത്രമല്ല, കന്നഡ, ഹിന്ദി, തെലുങ്ക് അങ്ങനെ മൾട്ടി ലാംഗ്വേജസ് ആയിട്ടാണ് ഈ ഒരു തെലുങ്ക് സിനിമ OTT റിലീസ് ചെയ്യുന്ന ആമസോൺ പ്രൈമിലൂടെ. അതും ഫെബ്രുവരി മാസം 4-ാം തീയതി മുതൽ. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ഈ ഒരു തെലുങ്ക് സിനിമയുടെ OTT റിലീസിനായിട്ട്. ഇത് മലയാളം പകർപ്പിൽ ലഭ്യമാണ്. അതുകൊണ്ടാണ് ഇതിന്റെ OTT റിലീസ് ഉൾപ്പെടുത്തിയത്, തെലുങ്ക് സിനിമയായിട്ടാണെങ്കിൽ പോലും. അടുത്ത സിനിമ തമിഴ് സിനിമയാണ്. നമ്മുടെ പരാശക്തി, നമ്മുടെ സൂര്യണ്ണന്റെ കഥാപാത്രമാണ്. നമ്മുടെ ഡേറ്റ് കിട്ടാത്തതുകൊണ്ട് നമ്മുടെ ശിവകാർത്തികേയൻ ചെയ്തത് പരാശക്തി. പടം ഓൾമോസ്റ്റ് ഒരു ആവറേജ് തന്നെയാണ്. വലിയ കളക്ഷൻ കാണാൻ സാധിക്കുന്നില്ല. ഒരു ബ്ലോക്ക് ബസ്റ്റർ എന്ന രീതിയിൽ ഒരു ആവറേജ് ഫ്ലോപ്പായി മാറിയിട്ടുണ്ട് പരാശക്തി. ZEE5 ആണ് പടത്തിന്റെ OTT അവകാശം മേടിച്ചത്. ഫെബ്രുവരി മാസം 7-ാം തീയതിയാണ് പടം OTT റിലീസിന് പോകുന്നത് നമ്മുടെ ZEE5ലൂടെ. സിനിമയുടെ തെലുങ്ക്, തമിഴ് പതിപ്പ് വരാനാണ് ചാൻസ് കാണുന്നത് കൂടുതലും. ഹിന്ദി, മലയാളം ഡബ്ബൊന്നും നിലവിൽ അപ്ഡേറ്റ് വന്നിട്ടില്ല. എന്തായാലും കാത്തിരിക്കും നമുക്ക് വരുമോ ഇല്ലയോ എന്ന്. എന്തായാലും പടം കാത്തിരിക്കുന്നവരാണ് കൺബോക്സ് ചെയ്യപ്പെടുത്തുക. ഓൾമോസ്റ്റ് നല്ലപോലെ കട്ട് വന്നൊരു സിനിമയും കൂടിയാണ് സെൻസർ കട്ട്. മറ്റൊരു തെലുങ്ക് സിനിമേന്റെയാണ്. നിലകണ്ഠ എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. ഒരു തെലുങ്ക് സിനിമയാണ്. എന്നാൽ പോലും നമുക്ക് തമിഴ് പകർപ്പിലും അതുപോലെ തന്നെ തെലുങ്കിലും കാണാൻ സാധിക്കും. തമിഴ് വരുന്നുണ്ട് സിനിമ ഡബ്ബായിട്ട്. സൺനെക്സ്റ്റിലാണ് സിനിമേന്റെ OTT അവകാശം മേടിച്ചിരിക്കുന്നത്. സൺനെക്സ്റ്റിൽ സിനിമ ഫെബ്രുവരി മാസം 6-ാം തീയതിയാണ് OTT റിലീസ് ചെയ്യുന്നത്. ഈ ഒരു തെലുങ്ക്, തമിഴ് പതിപ്പിലുമായിട്ട് ഈ ഒരു തെലുങ്ക് സിനിമ. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് നിലകണ്ഠ എന്ന് പറഞ്ഞ സിനിമയ്ക്കായിട്ട്. അടുത്ത OTT അപ്ഡേറ്റും ഒരു തെലുങ്ക് സിനിമേന്റെ തന്നെയാണ്. സിനിമയ്ക്ക് പേരിട്ടിരിക്കുന്നത് സംപർയാണി സുപ്പിനി സുഡപ്പുസനി. നല്ല രസമുണ്ട് പേര് വായിക്കാനായിട്ട്. എന്തൊക്കെയാണ് പേര്. തെലുങ്ക് സിനിമയാണ്. സിനിമ തെലുങ്ക് പകർപ്പിൽ മാത്രമായിട്ടാണ് OTT റിലീസ് ചെയ്യുന്നത്. ഇത് കണ്ടപ്പോൾ ഉൾപ്പെടുത്തിയതാണ്. ഫെബ്രുവരി മാസം 12-ന് ഈ വരുന്ന ETV വിൻ എന്ന് പറഞ്ഞ OTT പ്ലാറ്റ്ഫോമിൽ സിനിമ സ്ട്രീമിംഗ് ചെയ്യുന്നതാണ്. അടുത്ത OTT അപ്ഡേറ്റ് ഒരു സീരീസിന്റെ തന്നെയാണ്. നമ്മുടെ GV പ്രകാശ്, അൻസർ രാജ് അഭിനയിച്ച ഒരു അടിപൊളി സീരീസ് ആയിരിക്കാം. എന്തായാലും ലക്കി എന്നാണ് പേരിട്ടിരിക്കുന്നത്. മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി എല്ലാ ഭാഷകളിലുമായിട്ട് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഈ വരുന്ന ഫെബ്രുവരി മാസം 20-ാം തീയതിയാണ് ഈ ഒരു സീരീസ് OTT റിലീസ് ചെയ്യുന്നത്. എന്തായാലും മലയാളം നമ്മുടെ അൻസർ രാജും, തമിഴ് നമ്മുടെ GV പ്രകാശുമാണ് സിനിമയിൽ നായകന്മാരായിട്ട് അഭിനയിക്കുന്നത്. കാത്തിരിക്കാം നമുക്ക്. കൂടുതൽ OTT സിനിമ വാർത്തകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോ സെലിബ്ഷൻ. നിങ്ങൾ കാത്തിരിക്കുന്ന ഏത് സിനിമയാണ് OTT എന്ന് കൺബോക്സ് ചെയ്യപ്പെടുത്തുക.